നിങ്ങൾ ഒന്നിലധികം സിം കാർഡ് യൂസ് ചെയ്യുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഒന്നിലധികം സിം കാർഡ് ഉള്ളവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് സിമ്മിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നത്. വെറുതെ ഇടുന്ന സിമ്മിന് പോലും റീചാർജ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അല്ലാത്ത പക്ഷം സിം കാർഡ് ഡീആക്ടിവേറ്റ് ആയിപ്പോകും. എന്നാൽ അതിനൊരു പരിഹാരമുണ്ട്. ഈ ഒരു വീഡിയോ ഒരു നെറ്റ്വർക്ക് കമ്പനിയെ പുകഴ്ത്തി പറയുന്നതോ താഴ്ത്തി പറയുന്നതോ ആയ ഒരു വീഡിയോ അല്ല. എയർടെൽ, ജിയോ, വി.ഐ. ഈ പറയുന്ന സിമ്മൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ, അല്ല ഒരു വർഷം തന്നെ എന്ന് പറയാം, ഒന്നിലധികം സിം കാർഡ് യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ സിമ്മൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നല്ലേ? എനിക്ക് അത്യാവശ്യം വേണ്ട സിമ്മുകളിൽ പോലും റീചാർജ് ചെയ്യാറില്ല. നിങ്ങൾ വിചാരിക്കും അപ്പോ എങ്ങനെ കാൾ വരുമെന്നല്ലേ? ഞാനൊരു മൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോ എനിക്ക് ഒന്നിൽ കൂടുതൽ സിം കാർഡിന്റെ ആവശ്യമുണ്ട്. ഒന്നാമതായി മൊബൈൽ റീചാർജ് ചെയ്യാനായി ഏജന്റ് അക്കൗണ്ട് ഉള്ള സിം കാർഡുകൾ, അതിൽ BSNL ഒഴികെ ബാക്കിയുള്ള 3 കമ്പനികളുടെ സിം കാർഡുകളുണ്ട്. അതിൽ റീചാർജിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എന്റെ പേഴ്സണൽ യൂസിനുള്ള സിം കാർഡുകളും ഒന്നിലധികമുണ്ട്. അതിൽ ജിയോ സിം ആണ് കൂടുതലുമുള്ളത്. എന്തുകൊണ്ട് ജിയോ? നിലവിൽ റീചാർജ് ചെയ്യാത്ത സിം കാർഡുകൾ ഇൻകമിംഗ് ഫെസിലിറ്റി റീചാർജ് പാക്ക് കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ ജിയോയിൽ അങ്ങനെയല്ല. നിങ്ങൾ ഒരു റീചാർജ് ചെയ്യാത്ത ആളായാൽ പോലും സിം കാർഡ് 3 മാസം മുതൽ 1 വർഷം വരെ ഇൻകമിംഗ് കോളോട് കൂടി നിലനിൽക്കുന്നതാണ് ഇനി. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം, സിം കാർഡ് കട്ടായില്ല എന്ന് കരുതി 10 രൂപ 20 രൂപ റീചാർജ് ചെയ്താൽ കോൾ പോവില്ല കേട്ടോ. അതിന് മിനിമം കോളിംഗ് പാക്കേജായ 189 രൂപ മുതലുള്ള പാക്കുകൾ ചെയ്യേണ്ടി വരും. നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങളോട് പങ്കുവെച്ച് എന്നതാണ് ഈ വീഡിയോ. സിം കാർഡിൽ റീചാർജ് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റമർ കെയർ വിളിക്കും എന്നത് വാസ്തവം. അവർ വിളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ നമ്പറിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. നിലവിൽ എന്റെടുത്തുള്ള ജിയോ സിം കാർഡുകൾ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഒന്നോർക്കണം, ജിയോ സിം കാർഡ് 4G, 5G സെറ്റുകളിലെ വർക്ക് ചെയ്യൂ. ഈ പറഞ്ഞ സെറ്റുകളാണെങ്കിലും സിം കാർഡ് ഫോണിൽ ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും. റീചാർജ് ചെയ്യാതെ സിം കാർഡ് ഒരു ഫോണിലും ഇട്ട് വെച്ചില്ലെങ്കിൽ സിം കാർഡ് എന്നേക്കുമായി കട്ടായി പോവാൻ ചാൻസ് കൂടുതലാണെന്ന് ഓർക്കണം. നിലവിൽ ജിയോ സിമ്മിന് മാത്രമേ ഇങ്ങനെ ഒരു ഉപയോഗമുള്ളത്. ഇത് കൂടാതെ ജിയോ സിമ്മിന് ഓരോ മാസവും കോളർ ട്യൂൺ കൂടി ഫ്രീ ആയി കിട്ടുന്നതുമാണ്. നിലവിൽ ജിയോ സിം കാർഡ് അല്ലാത്തവരാണെങ്കിലും ഈ ഒരു പ്രത്യേകത കൊണ്ട് മാത്രം ജിയോയിലേക്ക് പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും പോലും നിങ്ങളുടെ പ്രദേശത്തെ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം മാത്രമേ മറ്റു നടപടികൾ സ്വീകരിക്കാവൂ. ഓർക്കുക, നിങ്ങളുടെ കയ്യിലുള്ളത് ബേസ് മോഡൽ ഫോൺ ആണെങ്കിൽ 4G, 5G അല്ലാത്ത സെറ്റുകൾ, പഴയ സാംസങ് 4G മോഡലുകൾ, ഹവായ് മോഡലുകൾ, ഗൾഫ് രാജ്യത്തുനിന്ന് കൊണ്ടുവരുന്ന ഫോണുകൾ കൂടിയാണെങ്കിൽ അടുത്തുള്ള മൊബൈൽ ഷോപ്പിലോ ജിയോ സ്റ്റോറിലോ ചെന്നതിനു ശേഷം ഏതെങ്കിലും ഒരു ജിയോ സിം കാർഡ് എടുത്തോ നിങ്ങളുടെ ഫോണിൽ ഇട്ടു നോക്കി 1299 എന്ന നമ്പറിൽ കാൾ ചെയ്തതിനു ശേഷം ഒരു മെസ്സേജ് വരുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ സമയം കോൾ പോകുന്നില്ല എങ്കിൽ നിങ്ങൾ ജിയോയിലേക്ക് പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നോർക്കണം. കാരണം ജിയോ സിം വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ.